2024 വാസ് നോട്ട് എ ഗുഡ് ഇയർ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഇയർ. ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നം നമ്മുടെ നാട്ടിലും പുറത്തൊക്കെ ഉള്ളതുപോലെ ഒരു ബിഗ് പോപ്പ് കൾച്ചർ ഇവന്റ് കണ്ടക്ട് ചെയ്യുക. ആൻഡ് ദാറ്റ് വാസ് കേരള പോപ്കോൺ. ഒരിക്കലും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു പോസിബിലിറ്റി. മാർവലിന്റെ ഒഫീഷ്യൽ ചാനൽ ഫീച്ചർ ചെയ്യപ്പെടുക. കൂടാതെ മാർവലിന്റെ ഒഫീഷ്യൽ ടീം അടക്കമുള്ളവരുടെ കൂടെ ഇരുന്നിട്ട് ഒരു ഒന്നൊന്നര ഫാൻ ഷോ ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ്റെത് കാണുക. ആൻഡ് നമ്മുടെ ചാനൽ ഫൈനലി 50K സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യുക. അങ്ങനെ 2024 പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. 2023 ഡിസംബർ 17 കൊച്ചി ഇന്ത്യ കോമിക്സിൽ വെച്ചാണ് കേരള പോപ്കോൺ ജനറൽ പബ്ലിക്കിനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നത്. എന്നാൽ 2-3 കൊല്ലം മുന്നേ തന്നെ ഇതിന്റെ ഡെവലപ്മെന്റ്സും മറ്റും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2024 ജനുവരി 28 പനമ്പള്ളി നഗറിൽ വെച്ചിട്ടാണ് നമ്മുടെ കേരള പോപ്കോൺ മെയിൻ ഇവന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനു മുന്നേ പോപ്കോണിന്റെ ഒരു ലോഞ്ച് അല്ലെങ്കിൽ ഒരു തുടക്കം എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് ജനുവരി 7 ഉണ്ടായിരുന്ന ഗഗനചാരിയുടെ സ്പെഷ്യൽ സ്ക്രീനിങ് ആയിരുന്നു. കൊച്ചി PVR ലുലുവിൽ വെച്ചിട്ടാണ് ഗഗനചാരിയുടെ ഇന്ത്യയിലെ തന്നെ ആദ്യ സ്പെഷ്യൽ സ്ക്രീനിങ് കേരള പോപ്കോൺ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ക്രീനിങ്ങിന് ശേഷം ഒരു Q&A സെഷനും ടീമുമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് പ്രോഗ്രാം വാസ് എ ബിഗ് ഹിറ്റ്. ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ അപ്പുറത്തേക്ക് ആ ഒരു പ്രോഗ്രാം ഹിറ്റായിട്ട് മാറി. ആൻഡ് ഫ്യൂച്ചറിൽ മന്ത്സ് ഫ്രം ഗഗനചാരി ഒഫീഷ്യലി തിയേറ്ററിൽ തന്നെ റിലീസ് ആയപ്പോൾ അതിനൊരു കാരണമാവാൻ ഈ ഒരു സ്ക്രീനിങ്ങിന് സാധിച്ചു. ആൻഡ് വി വെർ സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. മാത്രമല്ല ഈ ഒരു ഇവന്റ് ഹിറ്റായത്, ഈ ഒരു സ്ക്രീനിങ് ഹിറ്റായത് കേരള പോപ്കോൺ എന്ന മെയിൻ ഇവന്റ് നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് കോൺഫിഡൻസ് വല്ലാതെ കൂട്ടി എന്ന് പറയാതെ വയ്യ. കാരണം ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സംഭവം കേരളത്തിൽ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ ബിഗ് റിസ്ക്. പക്ഷേ ഈ ഒരു പ്രോഗ്രാം ഹിറ്റ് ആയതോടുകൂടി വി ആർ സോ എക്സൈറ്റഡ്. ആൻഡ് കേരള പോപ്കോൺ നടന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് സക്സസ്. ഞങ്ങൾ ഉദ്ദേശിച്ചതിലും അപ്പുറത്തേക്കുള്ള ഓഡിയൻസ് അവിടേക്ക് എത്തി. കേരള പോപ്കോണിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് ബിഗ് പ്രോഗ്രാം ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ ഫാൻ ഷോ ആയിരുന്നു. എറണാകുളം വനിതാ തിയേറ്ററിലാണ് കേരള പോപ്കോൺ മാർവൽ ഫാൻസ് ഇന്ത്യയും കൂടെ ചേർന്നിട്ട് രാവിലെ 8 മണിക്ക് കിടിലൊരു ഫാൻ ഷോ ഒരുക്കിയത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ്റെ എക്സ്പീരിയൻസ് അറിയാം. നൊസ്റ്റാൾജിക് കെമിയോസ് ആയിക്കോട്ടെ, ആക്ഷൻ സീക്വൻസ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ട് ബ്ലാസ്റ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസ് ഹൗസ്ഫുൾ ഓഫ് മാർവൽ ഫാൻസ്, അതിന്റെ കൂടെ മാർവലിന്റെ ഒഫീഷ്യൽ ടീം, അതേപോലെ ഗോകുൽ സുരേഷ് അടക്കമുള്ള ആക്ടേഴ്സ്, സെലിബ്രിറ്റീസ്, അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോൾ കിട്ടിയ ഒരു ബിഗ് എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. രാവിലെ 8 മണിക്ക് ആദ്യത്തെ ഷോയിൽ സ്പോയിലേഴ്സ് ഒന്നും കിട്ടാതെ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. പിന്നെ തിയേറ്റർ സ്ക്രീനിങ് മാത്രമല്ലായിരുന്നു, കോസ്പ്ലേസും അതേപോലെ കുറച്ച് ഫൺ ഗെയിംസ് ആൻഡ് ക്വിസസും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ സർപ്രൈസുകൾ സംഭവിക്കുന്നത്. മാർവലിന്റെ ഒഫീഷ്യൽ ചാനൽ ഫീച്ചർ ചെയ്യപ്പെടുക. ഒരു മാർവൽ ഫാൻ എന്ന രീതിയിൽ ഇതിനപ്പുറത്തേക്ക് എന്താണ് കിട്ടാനുള്ളത് സീരിയസ്ലി എനിക്കറിയില്ല. മാർവൽ ഫാൻസ് ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടാണ് സാഞ്ചേട്ടനും ഞാനും അടക്കമുള്ളവർ ഈ ഒരു ഫീച്ചർ ആയിട്ടുള്ളത്. മാർവൽ ഫാൻസ് ഇന്ത്യ, കൊമിക് മന്ത്ര, ഈ 2 എന്റിറ്റീസും തുടക്കം മുതലേ കൊളാബറേറ്റീവ് ആയിട്ട് പോകുന്നതാണ്. ആൻഡ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും കോമൺ ആയിട്ട് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ സൂപ്പർ ഫാൻ എന്ന രീതിയിൽ മാർവൽ ഫാൻസിനെ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഒരു വീഡിയോ സീരീസ് ആയിട്ട് ഇവർ ഇറക്കിക്കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മാർവൽ ഫാൻസ് ഇന്ത്യയുടെ ഒരു സ്പെഷ്യൽ വീഡിയോ വന്നത്. ഇപ്പോഴും മാർവലിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ആൻഡ് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒന്നൊന്നര സർപ്രൈസ് ആയി പോയി ഒരു സംഭവം. അതിനുശേഷം കിട്ടിയ വലിയൊരു ട്രീറ്റ് നമ്മുടെ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സ് കടന്നു എന്നുള്ളതാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 7 വർഷമായി. പക്ഷേ പലപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ സാധിച്ചിട്ടില്ല, ഒരുപാട് തിരക്കുകളും മറ്റും കാരണം. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് കണ്ടന്റുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാൻ സാധിച്ചു. കൽക്കി ആയിക്കോട്ടെ, ഡെഡ്പൂൾ ആൻഡ് വൂൾവറീൻ ആയിക്കോട്ടെ, RDJയുടെ കംബാക്ക്, വൈനം 3, സൂപ്പർമാൻ, അങ്ങനെ ഒത്തിരി കണ്ടന്റുകൾ നമുക്ക് കിട്ടി. സോ ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ 50K സബ്സ്ക്രൈബേഴ്സ് കടന്നു. ആൻഡ് വി ഗോട്ട് എ ലോട്ട് ഓഫ് ന്യൂ സബ്സ്ക്രൈബേഴ്സ്. ആൻഡ് ഒരു ഇടയിൽ നിയർ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതുകൂടാതെ നമുക്ക് 2 ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് കിട്ടി. കോഴിക്കോട് ആദ്യത്തെ ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് നടന്നു. ആൻഡ് കൊച്ചിയിലെ 5ാമത്തെ ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് നടന്നു. മാത്രമല്ല കൊമിക്സ് കനാൽ എന്ന പേരിൽ ഈ പറഞ്ഞ ഇന്ത്യ കോമിക്സ് എല്ലാം ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റും സ്റ്റാർട്ട്. ഇതുകൂടാതെ നമ്മൾ വാട്സപ്പിൽ ഒരു ചാനലും റീസെന്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇതിനകത്ത് നമ്മുടെ റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും റിവ്യൂസും ഒക്കെയാണ് ഇടുന്നത്. താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ 2024 എല്ലാം കൊണ്ടും ഒരു ഗോൾഡൻ ഇയർ തന്നെയായിരുന്നു. നമ്മൾ ഒരുപാട് കാലമായിട്ട് പുറകെ നടന്നൊരു സ്വപ്നം നടന്നു. അതുകൂടാതെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത പല സർപ്രൈസുകൾ, ഒരു കിടിലൻ ഫാൻ ഷോ, ഒരുപാട് വീഡിയോസ്. അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മൾ ചാനലിൽ റീക്യാപ്പ് വീഡിയോ ചെയ്യുന്നത്. അതിന് കാരണം ഈ വർഷം അത്രത്തോളം ബോർത്തായതുകൊണ്ടാണ്. ഇനി ഒരുപാട് ഇവന്റുകൾ വരും, ഒരുപാട് വീഡിയോസ് വരും, ഫാൻ ഷോസ് വരും, സർപ്രൈസുകൾ വരും. പക്ഷേ 2024 തന്നൊരു ഫീൽ, അത് ഒരു സെപ്പറേറ്റ് ഇമോഷൻ ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള പല പല പരിപാടികളും വീഡിയോസും ഒക്കെ ആയിട്ട് ടീം കൊമിക് മന്ത്ര ഇവിടെ ഉണ്ടാവും. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും ഓഡിയൻസും ഇവിടെ തന്നെ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ദിസ് ഇസ് മീ, ശ്രീനന്ദൻ ചെങ്കന്നൂർ, signing off from Comic Mantra. Thank you guys.